എത്രയോ തവണ പറഞ്ഞതാണ് നിങ്ങൾക്കിവിടെ ഒരു റോളുമില്ല എന്ന വാസ്തവം. എന്നിട്ടും പിന്നെയും പിന്നെയും വന്ന് അതേ കാര്യം തന്നെയാണ് ട്രംപ് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആഞ്ഞു ശ്രമിക്കുകയാണ് ഇന്ത്യ പാക് വിഷയത്തിൽ സമാധാനം സ്ഥാപിച്ചതിൻ്റെ പങ്ക് സ്വന്തം പോക്കറ്റിലാക്കാൻ വേണ്ടി. എന്തിനാണ് ട്രംപ് ഇതിന് ശ്രമിക്കുന്നത് എന്നതാണ് മനസ്സിലാകാത്ത ഒരു കാര്യം. ഇന്ത്യ ഇതിന് അനുവദിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖല തകരുമെന്നാണ് പുതിയ പ്രഖ്യാപനം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതായും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചയിൽ പ്രസിഡന്റ് ട്രംപ് സജീവമായി പങ്കെടുത്തതായും ആവർത്തിച്ച് അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഗാസയിൽ സമാധാന കരാർ ചർച്ച ചെയ്യാൻ പ്രസിഡന്റ് ട്രംപ് ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ ശ്രമഫലമായി നിരവധി ബന്ദികളെ മോചിപ്പിച്ചതായും വൈറ്റ് ഹൗസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ താൻ ഒരു പ്രധാന പങ്ക് വഹിച്ചുവെന്നാണ് പ്രസിഡന്റ് അവകാശപ്പെടുന്നത്. രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ചത് തന്റെ വ്യാപാര കരാർ ഭീഷണിയാണെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ വെടിനിർത്തലിൽ മൂന്നാം കക്ഷിയുടെ പങ്കില്ലെന്ന് ഇന്ത്യ അവകാശപ്പെട്ടിരുന്നു. പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് വെടിനിർത്തൽ അവസാനിപ്പിച്ചത്. ഇരു നേതാക്കളും തമ്മിലുള്ള ടെലിഫോണിക് സംഭാഷണത്തിനിടെ പ്രധാനമന്ത്രി മോദി ഇക്കാര്യം ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാം എന്ന പ്രദേശത്ത് നടന്ന ഭീകരാക്രമണം 26 പേർ, പ്രധാനമായും ഹിന്ദു വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രത്യേകിച്ച് കശ്മീർ പ്രദേശത്ത് ഇതിനു മുൻപും നിരവധി തവണ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ആക്രമണം സൈനിക നടപടികളിലേക്കും വ്യോമാക്രമണങ്ങളിലേക്കും വഴിവെച്ചു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുവെന്ന് ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും മറ്റ് ഔദ്യോഗിക വൃത്തങ്ങളും ഈ അവകാശവാദത്തെ ശക്തമായി നിഷേധിച്ചു. എന്നാൽ അപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ വിഷയത്തിൽ താനെന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സംഘർഷങ്ങളൊക്കെ അവസാനിപ്പിച്ച് സമാധാനപ്രിയനായ ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് താന് എന്ന് ലോകത്തോട് കാണിച്ചു കൊടുക്കാൻ കഷ്ടപ്പെടുകയാണ് അദ്ദേഹം. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിച്ചുവെങ്കിലും അതും നടന്നില്ല. റഷ്യയോട് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അമേരിക്ക. പക്ഷേ റഷ്യ ഉണ്ടോ വഴങ്ങാൻ പോകുന്നു? അമേരിക്കയുടെ ഭീഷണിയൊന്നും അനുസരിക്കാൻ ഇസ്രായേൽ അല്ല എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഇത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ശക്തമായ പ്രതികരണത്തിന് കാരണമാവുകയായിരുന്നു. ഇന്ത്യ ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ പിന്തുണയുള്ള ഭീകര സംഘടനകളാണെന്ന് ആരോപിച്ചു. മെയ് 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയ സൈനിക നടപടിയിലൂടെ പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലും ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണങ്ങളും നടത്തി. ഇന്ത്യയുടെ ഈ നടപടി പാകിസ്ഥാന്റെ വ്യോമസേനയുമായുള്ള ഏറ്റുമുട്ടലുകൾക്കും ഡ്രോൺ ആക്രമണങ്ങൾ വഴിവെച്ചു. ഇത് രണ്ട് ആണവശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ സാധ്യത ഉയർത്തുന്നതായിരുന്നു. മെയ് 10 ട്രംപ് ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണവും തൽക്ഷമയുമായി വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു അങ്ങനെ. എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഈ വെടിനിർത്തൽ പൂർണ്ണമായും ഇന്ത്യ പാകിസ്ഥാൻ ഇടയിലുള്ള ഉഭയകക്ഷി ചർച്ചകളുടെ ഫലമാണെന്നും മൂന്നാം കക്ഷി മധ്യസ്ഥത ഇല്ലായിരുന്നുവെന്നും വ്യക്തമാക്കി രംഗത്തു വന്നു. പാകിസ്ഥാൻ അമേരിക്കയുടെ പങ്കിനെ പ്രശംസിച്ചുവെങ്കിലും ഇന്ത്യ ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇത് ട്രംപിന്റെ പ്രസ്താവനകളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്ത ഘടകമാണ്. അമേരിക്കയുടെ ഇടപെടൽ പ്രത്യേകിച്ച് ട്രംപിന്റെ ഈ സംഘർഷത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ട്രംപ് തന്റെ ഭരണകാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കശ്മീർ വിഷയത്തിലൊക്കെ. എന്നാൽ ഇന്ത്യ എല്ലായ്പ്പോഴും മൂന്നാം കക്ഷി മധ്യസ്ഥതയെ എതിർത്ത് മുന്നോട്ട് വന്ന രാഷ്ട്രമാണ്. കശ്മീർ ഒരു ഉഭയകക്ഷി പ്രശ്നമാണെന്നായിരുന്നു ഇവരുടെ വാദം. ട്രംപിന്റെ പ്രസ്താവനകൾ ഏറെ വിവാദമായിട്ടുണ്ട്. വ്യാപാര ഭീഷണികൾ ഉപയോഗിച്ച് ഇന്ത്യയെ വെടിനിർത്തലിന് നിർബന്ധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തീർത്തും നിഷേധിച്ചു. ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രചാരണത്തിനും നോബൽ സമ്മാനത്തിനുമുള്ള ആഗ്രഹത്തിനും വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ നേതാക്കൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയും അമേരിക്കയും മധ്യസ്ഥതയില്ലെന്ന് ശക്തമായി പ്രസ്താവിച്ചു. ഇത് ട്രംപിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. കൂടാതെ ട്രംപിന്റെ പാകിസ്ഥാൻ സൈന്യാധിപനായ ജനറൽ അസീം മുനീറിനോടുള്ള സൗഹൃദപരമായ സമീപനം ഇന്ത്യയിൽ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ഭീകരവാദവുമായുള്ള ബന്ധം 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം എന്നിവയിൽ വ്യക്തമാണ്. ട്രംപിന്റെ ഈ നിലപാട് അമേരിക്കയുടെ തന്ത്രപരമായ താൽപര്യങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്തിട്ടുണ്ട് എന്നതാണ് സൂചനകൾ. ട്രംപിന്റെ പ്രസ്താവനകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വ കേന്ദ്രീകൃത ഭരണശൈലിയുടെ ഭാഗമാണ്. അദ്ദേഹം തന്റെ ആദ്യ ഭരണകാലത്ത് പാകിസ്ഥാനെ ഭീകരവാദത്തിന്റെ സുരക്ഷിത താവളം എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ 2025 പാകിസ്ഥാൻ സൈന്യാധിപനോടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം അദ്ദേഹത്തിന്റെ ശക്തന്മാരോടുള്ള ആകർഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇന്ത്യ
ഇന്ത്യ-അമേരിക്ക ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നതായി ഇന്ത്യൻ നേതാക്കൾ കാണുന്നുണ്ട്. കാരണം ഇത് ഇന്ത്യയെ പാകിസ്ഥാനുമായി തുല്യനിലയിൽ നിർത്തുന്ന ഒരു സമീപനമാണ്. ഇത് ഇന്ത്യ എല്ലായ്പ്പോഴും എതിർത്ത കാര്യവുമാണ്. അമേരിക്കയുടെ ഇടപെടൽ ഇന്ത്യയുടെ സൈനിക നേട്ടങ്ങൾ മങ്ങലാക്കുന്നതിനും പാകിസ്ഥാന് അനാവശ്യ സംരക്ഷണം നൽകുന്നതിനും കാരണമായിട്ടുണ്ട്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായിരുന്നുവെങ്കിലും വെടിനിർത്തൽ കരാർ ട്രംപിന്റെ ഭീഷണികൾ മൂലമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ട്രംപ് ആരാണ്? ഇന്ത്യയുടെ പൂർണ്ണ വിജയത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു അദ്ദേഹം നടത്തിയത്. ഇത് അമേരിക്കയുടെ തന്ത്രപരമായ താൽപര്യങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനുമായുള്ള ബന്ധം, ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് മേലെ പ്രാധാന്യം നൽകിയതിന്റെ സൂചനയാണ്. പഹൽഗാം ആക്രമണവും തുടർന്നുള്ള ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷവും ട്രംപിന്റെ ഇടപെടലിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ത്യ വെടിനിർത്തൽ ഉഭയകക്ഷി ചർച്ചകളുടെ ഫലമാണെന്ന് ശക്തമായി വാദിക്കുമ്പോൾ ട്രംപിന്റെ അവകാശവാദങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രചാരണത്തിനും ജനപ്രീതിക്കുമുള്ള ശ്രമമായിട്ടാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അമേരിക്കയുടെ ഇടപെടൽ ഇന്ത്യ-അമേരിക്ക ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഇന്ത്യയെ അനാവശ്യമായി പാകിസ്ഥാനുമായി തുല്യനിലയിൽ നിർത്തിയ ഒരു മനോഭാവമാണല്ലോ. ഭാവിയിൽ ഇന്ത്യ-പാകിസ്ഥാൻ പ്രശ്നങ്ങളിൽ മൂന്നാം കക്ഷി മധ്യസ്ഥതയില്ലാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹാരം കാണാൻ കഴിയൂ എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വിവാദങ്ങളും ശ്രദ്ധേയമായ പ്രസ്താവനകളും കൊണ്ട് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം തന്റെ ഭരണകാലത്ത്, പ്രത്യേകിച്ച് 2025 ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിൽ താനൊരു ശുദ്ധനായ നേതാവാണെന്നും ലോക സമാധാനത്തിന് സംഭാവന നൽകുന്നവനാണെന്നും ചിത്രീകരിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. ബറാക് ഒബാമ 2009 നൊബേൽ സമ്മാനം നേടിയ അമേരിക്കൻ പ്രസിഡന്റ് ആയതുപോലെ ട്രംപിനും നൊബേൽ സമ്മാനം നേടാനുള്ള ആഗ്രഹങ്ങൾ പ്രകടമാണ്. അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. ട്രംപ് തന്റെ ഭരണകാലത്ത് തന്റെ വ്യക്തിത്വത്തെ ഒരു ലോക നേതാവ് എന്ന നിലയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. 2025 പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിൽ ട്രംപ് താൻ ആണവായുധം തടഞ്ഞുവെന്നും വെടിനിർത്തൽ കരാർ തന്റെ മധ്യസ്ഥതയുടെ ഫലമാണെന്നും അവകാശപ്പെട്ട് രംഗത്തെത്തിയത് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഈ പ്രസ്താവനകൾ ട്രംപിന്റെ ലോക സമാധാനത്തിന്റെ രക്ഷകൻ എന്ന ഇമേജ് നിർമ്മിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വെടിനിർത്തൽ ഉഭയകക്ഷി ചർച്ചകളുടെ ഫലമാണെന്നും മൂന്നാം കക്ഷി മധ്യസ്ഥത ഇല്ലായിരുന്നുവെന്നും വ്യക്തമാക്കി രംഗത്തെത്തിയതോടെ ട്രംപിന് അത് വലിയ തിരിച്ചടിയായി. അതിന്റെ പക ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റിന് ഇന്ത്യയോടുണ്ട്. ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രസ്താവന. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ വ്യക്തി കേന്ദ്രീകൃതമായ ഭരണശൈലിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം തന്റെ ആദ്യ ഭരണകാലത്ത് വിദേശ നയത്തിൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയം സ്വീകരിച്ച വ്യക്തിയാണ്. ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് തുടരുന്നത്. എന്നാൽ രണ്ടാം ഭരണകാലത്ത് ലോകമെങ്ങും സമാധാനം സ്ഥാപിക്കുന്ന നേതാവായി സ്വയം ചിത്രീകരിക്കാനുള്ള ശ്രമവും അദ്ദേഹം നടത്തുന്നുണ്ട്. ഒബാമയുടെ ഭരണകാലത്തെ സോഫ്റ്റ് പവർ സമീപനങ്ങളുമായി താരതമ്യം ചെയ്യപ്പെടുന്ന നയമാണ് ട്രംപിൻ്റെതൊക്കെ. എന്നാൽ ട്രംപിന്റെ സമീപനം കൂടുതൽ പ്രചാരണ കേന്ദ്രീകൃതമാണ് എന്ന് മാത്രം. ബറാക് ഒബാമ 2009 പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വർഷത്തിനുള്ളിൽ നൊബേൽ സമ്മാനം നേടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആണവായുധ രഹിത ലോകം എന്ന വീക്ഷണങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സഹകരണത്തിന് നൽകിയ പ്രാധാന്യവും നൊബേൽ കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സമ്മാനം അദ്ദേഹത്തിന് കിട്ടുന്നത്. എന്നാൽ ഒബാമയുടെ നൊബേൽ സമ്മാനം അദ്ദേഹത്തിന്റെ കൃത്യമായ നേട്ടങ്ങളെക്കാൾ ഭാവിയിലെ പ്രതീക്ഷകൾക്ക് വേണ്ടിയാണ് നൽകപ്പെട്ടത് എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ടായിരുന്നു. ട്രംപിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിലെ ഇടപെടൽ, കൃത്യമായ തെളിവുകളുടെ പിന്തുണ ഇല്ലാതെയാണ് പറയുന്നുണ്ട്. ഒബാമയുടെ സമീപനം സോഫ്റ്റ് പവർ ഡിപ്ലോമസിയും അന്താരാഷ്ട്ര സഹകരണവും ഊന്നിയപ്പോൾ ട്രംപിന്റെ സമീപനം വ്യാപാര ഭീഷണികളും ശക്തന്മാരോടുള്ള സൗഹൃദവും ഉൾപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് ട്രംപ് പാകിസ്ഥാൻ സൈന്യാധിപൻ ജനറൽ അസീം മുനീറിനോട് സൗഹൃദപരമായ സമീപനം സ്വീകരിച്ചത് ഈ ഒരു കാര്യത്തിന്റെ ഉദാഹരണമാണ്. ഇത് ഇന്ത്യൻ ആശങ്കകൾ ഉയർത്തുന്ന ഒരു പ്രധാന ഘടകവുമായിരുന്നു. ട്രംപിന് നൊബേൽ സമ്മാനം എന്നൊരു ആഗ്രഹമുണ്ട് എന്ന കാര്യം ഏകദേശം തീർച്ചയാണ്. അതുമാത്രവുമല്ല, അതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങൾ പാകിസ്ഥാനും അതുപോലെ തന്നെ ഇസ്രായേലുമാണ്. തന്റെ ഭരണകാലത്ത് നൊബേൽ സമാധാന സമ്മാനത്തിന് അർഹനാണെന്ന് ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് ഇദ്ദേഹം. 2020 UAE ഇസ്രായേൽ ബന്ധം സാധാരണമാക്കുന്നതിലെ എബ്രഹാം കരാറുകളിൽ അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ചാണ് അന്ന് സംസാരിച്ചിരുന്നത്. നൊബേൽ സമ്മാനത്തിന് അർഹമായ നേട്ടമായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചത് പോലും, അതായത് എബ്രഹാം കരാറിനെ. 2025 ഇന്ത്യ-പാകിസ്ഥാൻ വെടിനിർത്തലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളും ഈ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ ട്രംപിന്റെ ഈ ശ്രമങ്ങൾ പലപ്പോഴും സ്വയം പ്രശംസ എന്ന രീതിയിൽ വിമർശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ട്രംപിന്റെ മധ്യസ്ഥത അവകാശവാദങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമായി തുല്യനിലയിൽ നിർത്തുകയാണ്. ഇത് ഇന്ത്യൻ നേതാക്കൾക്ക് അസ്വീകാര്യം തന്നെയാണ്. ട്രംപിന്റെ ശുദ്ധനായ നേതാവ് എന്ന ഇമേജ് നിർമ്മിക്കാനുള്ള ശ്രമവും നോബൽ സമ്മാനത്തിനുള്ള ആഗ്രഹവും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രചാരണത്തിന്റെ ഭാഗമാണ് എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഒബാമയ്ക്ക് കിട്ടിയതുപോലെ ഒരു നൊബേൽ സമ്മാനമാണ് ട്രംപ് സ്വപ്നം കാണുന്നത്. പക്ഷേ ചെയ്തു കൂട്ടിയതൊക്കെ പാപങ്ങളാണെന്ന് മാത്രം. എങ്ങനെയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ട്രംപ് നേടുക, അല്ലേ? അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.